വിക്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ പുളിക്കൻ മരിച്ച വിവരങ്ങളെല്ലാം തന്നെ ദീപ്തി അറിയുന്നുണ്ട്. അതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദീപ്തിക്ക് ഭയങ്കര വിഷമാവാണ്. കാരണം അവസാന പ്രതീക്ഷയായിരുന്നു പുളിക്കൻ. തൻ്റെ വരുണിനെ ഇല്ലാതാക്കിയത് ആരാണെന്നുള്ള സത്യം പുളിക്കനായിരുന്നു അറിയാമായിരുന്നത്. പിന്നീട് വിക്രമും വേദയും ദീപ്തിയുടെ കൂടെ സംസാരിക്കുകയാണ്. ആ സമയത്ത് തന്നെ ദീപ്തി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും വേദേച്ചി? നമ്മുടെ ഒരേ ഒരു പ്രതീക്ഷ, അവസാനത്തെ പ്രതീക്ഷയും ഇങ്ങ് നശിച്ചു പോയില്ലേ എന്ന് ചോദിക്കും. അത് കേട്ടപ്പോൾ വേദ പറയുന്നുണ്ട്, വിഷമിക്കേണ്ട ദീപ്തി, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പഴുത് കിട്ടാതിരിക്കില്ല. അധിക കാലം ഒന്നും വരണേ ഇല്ലാതാക്കിയ ആ ഒരു കൊലയാളിക്ക്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ പുലിക്കനെ ഇല്ലാതാക്കിയ ആ ഒരു കൊലയാളിക്ക് ഒളിച്ചു നിൽക്കാനായി കഴിയില്ല. അതിനൊന്നും പറ്റില്ല എന്ന് പറയും. അല്ല, ഇനിയിപ്പോൾ വിക്രമേട്ടൻ്റെ കാര്യം എന്താവുമോ എന്നോ? വരുണേട്ടൻ്റെ അച്ഛൻ എന്താണെങ്കിലും വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം പറയുന്നുണ്ട്, എൻ്റെ കാര്യം ഓർത്തുകൊണ്ട് നിങ്ങളാരും പേടിക്കണ്ട. കാരണം എനിക്ക് ആ ഒരു കാര്യത്തിൽ യാതൊരുവിധ പേടിയുമില്ല. തൽക്കാലം കുറച്ച് ദിവസം കൂടി ഇവിടെ തന്നെ കഴിയണം. അതിനുശേഷം എന്താന്ന് വെച്ചാൽ ഞാൻ തീരുമാനിച്ചോളാം. ഇതിങ്ങനെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. അന്നേരം വേദ പറഞ്ഞിട്ട്, എടുത്തു ചാടിയിട്ടൊരു തീരുമാനമൊന്നും എടുക്കേണ്ട വിക്രം. കാരണം നമ്മൾ എടുത്തു ചാടിയൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് അപകടത്തിലേക്ക് മാത്രമേ അവസാനിക്കുള്ളൂ. ഇതിൻ്റെ പിന്നിൽ ശക്തനായിട്ടുള്ള എതിരാളി ഉണ്ടെങ്കിൽ അത്ര പെട്ടെന്നൊന്നും പിടികൂടാൻ പറ്റില്ല. കുറച്ച് സാവകാശം വേണമെന്ന് പറയും. ആ സമയം ദീപ്തി പറയുന്നത്, ഞാൻ വേണമെങ്കിൽ വരുണിൻ്റെ അച്ഛനെ ഒന്ന് പോയിട്ട് കാണാമെന്ന്. ഏയ് വേണ്ട, കാരണം അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സംശയത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കിയാലോ, അതുകൊണ്ട് ഇനി കാണണ്ട എന്ന് പറയും. ഒരു പക്ഷേ പുളിക്കൻ്റെ മരണത്തോട് കൂടിയിട്ട് അദ്ദേഹം ചിലപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ബോധ്യപ്പെട്ട് കാണുമായിരിക്കും. വിക്രമല്ല ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് മനസ്സിലായി കാണും. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞിട്ട്, അത് ശരിയാണ്, ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞ് ദീപ്തിയെ അവരെ ആശ്വസിപ്പിക്കും. എന്ത് വന്നാലും വരുണിൻ്റെ കൊലയാളിയെ നിന്റെ മുന്നിൽ ഞാൻ കൊണ്ടുവരുമെന്ന് വിക്രം ദീപ്തിക്ക് വാക്ക് കൊടുക്കുകയാണ്. വിക്രമത്തിന് അത്ര ഉറപ്പായിരുന്നു, താൻ ഇനി ഇല്ലാതായാലും കുഴപ്പമില്ല, പക്ഷേ വരുണിനെ ഇല്ലാതാക്കിയത് ആരാണെന്ന് കണ്ടുപിടിക്കണം, അവരെ ദീപ്തിയുടെ മുന്നിൽ കൊണ്ടുവരണം, അതിനുശേഷം മാത്രമേ തനിക്ക് എന്തെങ്കിലും സംഭവിക്കൂ എന്നൊക്കെ ആ ഒരു ചിന്തയായിരുന്നു കേട്ടോ വിക്രമിൻ്റെ മനസ്സിൽ. ആ സമയത്ത് ശ്രീനിവാസൻ ജോസഫിനെയും രാജേട്ടനെയൊക്കെ വിളിക്കുന്നുണ്ട്. ഇതേ സമയം അനിയൻകുട്ടനെ ഹോസ്പിറ്റലിൽ കാണിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം വല്ലാതെ ഭയന്നു പോയിട്ടുണ്ട് അനിയൻകുട്ടനെ. ആ മാനസിക വിഭ്രാന്തി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അത് മാറാൻ എത്ര സമയമെടുക്കുമെന്നും പറയാനും പറ്റില്ല. വല്ലാതെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയൻകുട്ടന് കുറച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നോക്കാം, ഡോക്ടർ പറഞ്ഞു. ഈ സമയം ജോസഫിനെ രാജേട്ടനൊക്കെ വിളിച്ചിട്ട് ശ്രീനിവാസൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു പക്ഷേ ഈ പുളിക്കൻ അവിടെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളെ കൂടാതെ മറ്റാർക്കെങ്കിലും അറിയാമായിരുന്നില്ലേ? അതുകൊണ്ടാണ് കൃത്യമായിട്ട് അവരങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് സൂക്ഷിക്കണം. കൂടെ നിന്ന് ആരെങ്കിലും ഒറ്റുന്നുണ്ടോ എന്നൊന്നും അറിയില്ല എന്ന് പറയും. അത് കേട്ടപ്പോൾ ജോസഫ് പറയുന്നുണ്ട്, എൻ്റെ കൂടെ വന്നത് ജോണിയായിരുന്നു. അല്ല, ഈ ജോണി വാസവൻ്റെ ആളല്ലേ എന്ന് ചോദിക്കും. അതെ, അവൻ വാസവൻ്റെ ആളാ, പക്ഷേ പറയാൻ പറ്റില്ല അവൻ ഇനിയിപ്പോൾ ഒറ്റുകാരനാണോ എന്നുള്ള കാര്യം. അത് കേട്ടപ്പോൾ രാജേട്ടൻ പറഞ്ഞു, അല്ല, അവൻ വാസവൻ്റെ സ്വന്തം ആളല്ലേ, അത്ര അടുത്ത സുഹൃത്തല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെ ഒറ്റിക്കൊടുക്കുമോ എന്ന് ചോദിക്കും. ശ്രീനിവാസൻ പറഞ്ഞിട്ട്, അതൊന്നും പറയാൻ പറ്റില്ലടോ, പുളിക്കനിപ്പോൾ എൻ്റെ കൂടെ നിന്നിട്ട് എന്നെ ചതിച്ചില്ലേ, അതുപോലെ തന്നെ ജോണിയൊന്നും പറയാൻ പറ്റില്ല. ഒരു പക്ഷേ ജോസഫിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് ആ സമയം അവൻ ആർക്കെങ്കിലും വിവരം കൊടുത്തിട്ടുണ്ടോ എന്നും അറിയില്ല. അപ്പോഴാണ് അങ്ങനൊരു സാധ്യതയുണ്ടെന്ന് ജോസഫ് ആണെങ്കിലും ചിന്തിക്കുന്നത്. പിന്നീട് ശ്രീനിവാസൻ പറയുന്നത്, ഒരു കാരണവശാലും ഇനി അനിയൻകുട്ടൻ ആപത്തൊന്നും സംഭവിക്കരുത്. നമ്മുടെ ഏക പിടിവള്ളി അവരാണ്. വിക്രമല്ല കുറ്റക്കാരൻ എന്ന് തെളിയണം, അറിയാലോ. അപ്പോൾ അങ്ങനെ തെളിയണമെങ്കിൽ അവന് ജീവന് ആപത്തൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയും. അത് കേട്ടപ്പോൾ രാജേട്ടന് പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് സാറ് പേടിക്കണ്ട, എന്താണെങ്കിലും ഞാൻ അവരെ നോക്കിക്കൊള്ളാം, അവനൊന്നും സംഭവിക്കില്ല എന്ന് പറയും. ഈ സമയത്ത് തന്നെ ജോണി ശ്രീകാന്തിനെ വിളിക്കും. ശ്രീകാന്തിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സാറേ സൂക്ഷിക്കണം, അവൻ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആകെ പണിയായിരിക്കും. ആ അനിയൻകുട്ടൻ ഇപ്പോൾ ഒരു മാനസിക വിഭ്രാന്തിയിലാണ്. പക്ഷേ അവൻ സാറിനെ കണ്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം അവൻ അങ്ങനെയാണ് പറയുന്നത്, കൊല്ലുമെന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സൂക്ഷിച്ചില്ലെങ്കിൽ മിക്കവാറും പിടിവീഴും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അവനെയും കൂടെ അങ്ങ് തീർത്തേക്കാണ്, അങ്ങനെ തീർത്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ എന്ന് പറയും. ജോണി പറയുന്നത്, സാറേ ഒരു കാരണവശാലും ഇതിൻ്റെ പിന്നിൽ ഞാനാണെന്നുള്ള കാര്യം വാസവൻ സാർ അറിയാൻ പാടില്ല. അറിയാലോ, അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിട്ടെങ്കിൽ ആദ്യം ഇല്ലാതാക്കുന്നത് എന്നെ ആയിരിക്കും. താൻ പേടിക്കേണ്ടടോ ജോണി, തൻ്റെ അക്കൗണ്ടിലേക്ക് പൈസയൊക്കെ കൃത്യമായിട്ട് ഞാൻ ഇട്ടിരിക്കും. താൻ ആ കാര്യത്തിലൊന്നും പേടിക്കണ്ട, താൻ ചെയ്ത ഉപകാരങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള കൂലിയും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറയാണ് ശ്രീകാന്ത്. അങ്ങനെ ജോണി കോള് കട്ട് ചെയ്തപ്പോൾ ചന്ദ്രശേഖരൻ്റെ അടുത്തേക്ക് ശ്രീകാന്ത് ചെന്നു. ശ്രീകാന്ത് പറയുന്നത്, അച്ഛാ, എന്താണെങ്കിലും ഇനി അവനെ കൂടി തീർക്കേണ്ടി വരും. ഒരു കൊലപാതകം കൂടി നമുക്ക് നടത്തേണ്ടി വരും. ആ അനിയൻകുട്ടൻ അവനെ അങ്ങ് തീർത്ത് കളയണം. അവൻ ഹോസ്പിറ്റലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അവനെ അങ്ങ് തീർത്തേക്കാമെന്ന് പറയാണ് ചന്ദ്രശേഖരൻ. ഇനി ഒരിക്കലും അവൻ ശബ്ദിക്കരുത്. അങ്ങനെ അനിയൻകുട്ടനെ തീർക്കാനായിട്ട് ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടി ആളെ ഏർപ്പാടാക്കും. അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്.
ഹോസ്പിറ്റലിൽ ചെന്ന് അനിയൻകുട്ടനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആ ഒരു സമയത്താണ് കേട്ടോ പണി പാളുന്നത്. കൃത്യസമയത്ത് തന്നെ ജോസഫ് അങ്ങോട്ടേക്ക് വന്നു. ജോസഫ് വന്നപ്പോൾ കൊലയാളികൾ അവിടെ നിന്നും ഓടുകയാണ്. ജോസഫിന് മനസ്സിലായി കാര്യം എന്താണെന്ന്. ജോസഫ് പിന്നാലെ പോയെങ്കിലും അവന്മാരെ പിടികൂടാനൊന്നും പറ്റിയില്ല. പിന്നീട് വിക്രമിനെ വിളിച്ചിട്ട് ജോസഫ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയും. ഇതുപോലെ സംഭവിച്ചതൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം പറയുന്നുണ്ട്, സൂക്ഷിക്കണം, ഒരു കാരണവശാലും ഇനി അനിയൻകുട്ടൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ ഒരിടത്തേക്കും പോകരുത്. കാരണം അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സത്യങ്ങളൊന്നും കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. പിന്നീട് ജോസഫ് പറയുന്നുണ്ട്, വിക്രം, ഇതിൻ്റെ പിന്നിൽ ആരോ ശക്തമായി തന്നെ കളിക്കുന്നുണ്ട്. ഒരു പക്ഷേ നമ്മുടെ നീക്കങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ആരോ ആൾ തന്നെയാണെന്ന് പറയും. അത് കേട്ടപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരാൾ ആരാണെന്ന്. അത് തന്നെയാണ് എനിക്കും അറിയാത്തത്. കാരണം നമ്മുടെ ഓരോ നീക്കങ്ങളും അറിഞ്ഞിട്ടാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും. അങ്ങനെ കോൾ കട്ട് ചെയ്തപ്പോൾ വേദയോട് വിക്രം ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കും. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് നല്ല സംശയമുണ്ടായിരുന്നു ശ്രീകാന്തിനെ. കാരണം അന്ന് പുളിക്കൻ ശ്രീകാന്തിനെ വിളിച്ച കാര്യം വേദക്കറിയാലോ. ഒരു പക്ഷേ തൻ്റെ ഏട്ടനെയാണോ പുളിക്കനെ ഇല്ലാതാക്കിയത് എന്നൊരു ചിന്ത വേദയുടെ മനസ്സിലുണ്ട്. അങ്ങനെ വേദ അതിനെക്കുറിച്ച് കുറേയധികം സമയം ആലോചിച്ചിരിക്കുമ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, എന്താണ് എന്ന്. ഒന്നുമില്ല. അങ്ങനെ അന്നത്തെ ആ ഒരു ദിവസം കഴിഞ്ഞു പോവാണ്. ഇതേ സമയം ശ്രീകാന്ത് വീട്ടിലേക്ക് വന്നപ്പോൾ വർഷ ശ്രീകാന്തിനോട് വേദയുടെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, അവൾ എന്ന് സൂക്ഷിക്കണം. അവളുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് നീ അപ്പം തന്നെ പറയണം. വർഷ പറയുന്നത്, ഞാൻ നോക്കട്ടെ, പക്ഷേ പഴയതുപോലെയല്ല. അവളുടെ സംസാരം അതുപോലെ തന്നെ പെരുമാറ്റമൊക്കെ എന്തോ ഒരു വ്യത്യാസമുണ്ട്. ഒരു പക്ഷേ വീട് വിട്ടു വന്നതിൻ്റെ ആവാം. വിക്രമിൻ്റെ അരികിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നതല്ലേ, അതുകൊണ്ടായിരിക്കാമെന്നൊക്കെ പറയും. പിന്നീട് ശ്രീകാന്ത് ശങ്കരനാരായണനോട് ദർശൻ്റെയും വേദയുടെയും കല്യാണം നടത്തുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. പക്ഷേ ശങ്കരനാരായൺ പറയുന്നുണ്ട്, ഇതിനെക്കുറിച്ച് ഞങ്ങൾ അവളോട് സംസാരിച്ചു, പക്ഷേ അവൾക്ക് ഇതിനൊന്നും താല്പര്യമില്ലെന്നാ പറയുന്നത്. എന്ത് താല്പര്യമില്ലെന്നോ? പിന്നെ അവൾ എവിടെയെങ്കിലും നിർത്തിക്കൊണ്ട് എന്തിനാണച്ചാ? ആ വിക്രം എന്ന് പറയുന്ന കൊലയാളിയോടൊപ്പം ഇനിയും അവളെ വിടേണ്ട കാര്യമില്ല. അവളുടെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും നോക്കേണ്ട നമുക്ക് കാര്യമില്ല. അവളുടെ വിവാഹം ഉടനെ തന്നെ നടത്തണമെന്ന് പറയുവാൻ ശ്രീകാന്ത്. ഇത് കേട്ടപ്പോൾ ശങ്കരനാരായൺ പറയുന്നുണ്ട്, അങ്ങനെ ബലമായിട്ട് പിടിച്ച് കല്യാണം കഴിപ്പിച്ച് വിടാനൊന്നും പറ്റില്ലല്ലോ. അവൾ പ്രായപൂർത്തിയായ ഒരു പെണ്ണല്ലേ, പോരാത്തതിന് വിക്രമിൻ്റെ ഭാര്യയുമാണ്. അങ്ങനെ നമുക്ക് അവളെ ബലമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ഇനി എന്താണെങ്കിലും അവളുടെ തീരുമാനത്തിന് വിടുന്നു. അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എന്താന്ന് വെച്ചാൽ അവൾ ചെയ്യട്ടെ എന്ന് പറയും. പിന്നീട് 1-2 ദിവസം വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ കഴിഞ്ഞു പോവാണ്. ഈ സമയമായിരിക്കൂടെ വിക്രമും വേദയും കൂടെ കൂടുതൽ അടുക്കുന്നത്. ശ്രീകാന്തും വേദയുടെ കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിരുന്നു. പിന്നീട് ഒരു ദിവസം വേദയും വിക്രമും കൂടി മുറിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ വേദ വിക്രമിനോട് പറയുന്നുണ്ട്, അതെ, നാളെ മുതൽ എനിക്ക് കോടതിയിലേക്ക് പോകണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം പറയുന്നുണ്ട്, നീയും കൂടെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആകെപ്പാടെ ഭ്രാന്ത് പിടിക്കും, മുറിയിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്നിട്ട്. അതൊന്നും സാരമില്ല, ഞാൻ പോയിട്ട് പെട്ടെന്ന് തന്നെ വരാം വിക്രം എന്ന് പറയാണ്. അന്നേരം വിക്രം ചോദിക്കുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും മാറട്ടെ. അന്നേരം വേഗം ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടേക്ക് മാറാനാണെന്ന്. ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ വിക്രമിനെ ഒന്നുകിൽ പോലീസ് പിടിക്കും, അല്ലെങ്കിൽ ചുറ്റും ഗുണ്ടകൾ പരതി നടക്കുമല്ലേ. അത് കേട്ടപ്പോൾ വിക്രം പറയുന്നുണ്ട്, ആ ഒരു കാര്യത്തിലൊന്നും എനിക്ക് പേടിയില്ല വേദ. വേദ പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് കുറച്ച് പേടിയുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ വിക്രമിനെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയും. അന്നേരം വിക്രം പറയുന്നുണ്ട്, ഓഹോ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ വേദയുടെ അടുത്തേക്ക് അങ്ങ് വന്നു. അങ്ങനെ വേദയെ ആ ഭിത്തിയിലേക്ക് അങ്ങ് ചാരി നിർത്തിക്കൊണ്ട് ഉമ്മ കൊടുക്കാൻ ഒരുങ്ങാണ്. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അയ്യോ വേണ്ട വിക്രം, പിന്നെ ഇന്ന് ഞാൻ വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേദയെ അങ്ങ് ചേർത്ത് പിടിക്കാൻ കേട്ടോ വിക്രം. ഈ സമയത്തായിരിക്കും ശ്രീകാന്ത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ശ്രീകാന്ത് കേട്ടു മുറിയിൽ നിന്നും ആരുടെയോ ഒരു ആൺശബ്ദം. അപ്പോഴേക്കും ശ്രീകാന്തിന് മനസ്സിലായി വേദയുടെ മുറിയിൽ മറ്റാരോ ഉണ്ട് എന്ന കാര്യം. ശ്രീകാന്ത് പതുക്കെ വാതിൽ നിന്നിങ്ങനെ തള്ളി നോക്കുകയാണ്. അപ്പോഴേക്കും ആ ലോക്കങ്ങ് ഇട്ടിട്ടില്ല എന്ന് മനസ്സിലായി. വേദ മുറിയിലേക്ക് കയറി വന്നപ്പോൾ വാതിലിൻ്റെ ലോക്ക് ഇടാനായിട്ട് മറന്നിരുന്നു. ശ്രീകാന്ത് പിന്നെ ഒട്ടും മടിച്ചിട്ടില്ല. അവിടെ ഇരിക്കുന്ന ആ ഒരു ഫ്ലവർ വേസ് അങ്ങ് എടുത്തിട്ട് അതും പൊക്കിയെടുത്ത് നേരെ അകത്തേക്കങ്ങ് കയറി ചെന്നു. അപ്പോൾ അവൻ കാണുന്ന കാഴ്ച വിക്രമും വേദയും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു രംഗമായിരിക്കും. വിക്രം വേദയെ ഇങ്ങനെ ഉമ്മ വെക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന രംഗമായിരിക്കും കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ കിളി പോയി നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചിന്തിച്ചിട്ട് ശ്രീകാന്ത് ഒരു നിമിഷം അങ്ങ് ഞെട്ടി. പിന്നെ ഒന്നും മടിച്ചില്ല. ആ ഫ്ലവർ വേസ് എടുത്തിട്ട് നേരെ വിക്രമിനെ നേരെ ഇങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് കയ്യോങ്ങി ചെല്ലുമ്പോഴേക്കും ഇടയിൽ കയറി അങ്ങ് നിൽക്കുകയാണ് വേദ. തൊട്ടു പോകരുതേ എന്ന് പറയും. വിക്രമിനെ നോക്കിയിട്ട് ശ്രീകാന്ത് അങ്ങ് ഞെട്ടിപ്പോയി. പക്ഷേ വിക്രമിനെ ഉപദ്രവിക്കാൻ ചെല്ലുകയാണ്. ഒട്ടും മടിക്കാതെ വിക്രം ചെയ്ത ആ ഒരൊറ്റ തൊഴിയായിരുന്നു അത്. അവൻ്റെ ആ ഒരു ഫ്ലവർ വേസ് ഇട്ടിരുന്ന ആ ഒരു കൈക്കിട്ട ഒരൊറ്റ തൊഴി അങ്ങ് കൊടുക്കും. ഫ്ലവർ വേസൊക്കെ താഴേക്ക് പോയിട്ട് പിന്നീട് അവിടെ ഇട്ടിട്ടങ്ങ് പെരുമാറാൻ കേട്ടോ വിക്രം ശ്രീകാന്തിനെ. അന്നേരം ഒച്ചപ്പാടും ബഹളമെല്ലാം കേട്ടുകൊടുത്തിട്ട് ശങ്കരനാരായണനും പത്മവും ദീപ്തിയും എല്ലാവരും അങ്ങോട്ടേക്ക് കയറി വരും. ആ സമയത്ത് തന്നെ വിക്രം ശ്രീകാന്തിനെ തൊഴിച്ചിങ്ങനെ താഴെ ഇട്ടിരിക്കുന്ന രംഗമാണ് അവർ കാണുന്നത്. പത്മം ചോദിക്കുന്നുണ്ട്, എന്താ ഈ കാണിക്കുന്നത്? ഇവൻ ഇത് എവിടെ നിന്നും വന്നു വേദ എന്ന് ചോദിക്കും.
ആ സമയത്താണ് വർഷ ഓടി വന്ന് ശ്രീകാന്തിനെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അന്നേരം വിക്രം പറയുന്നുണ്ട്, തൊട്ടു പോവരുത്, കുറേ കാലമായി ഇവനിങ്ങനെ കളിക്കുന്നു. അപ്പോഴേക്കും ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഇവിടെ, നീ എങ്ങനെ ഇവിടെ വന്നത് എന്ന് ചോദിക്കും. നീ എന്ത് ധൈര്യത്തിലാടാ ഇങ്ങോട്ടേക്ക് കയറി വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം വേദ പറയുന്നുണ്ട്, അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഇത്രയും ദിവസം വിക്രം എന്നോടൊപ്പം എൻ്റെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അത് വിശ്വസിക്കാൻ പോലും കഴിയാതെ അങ്ങനെ അന്തം വിട്ട് നിൽക്കുമായിരിക്കട്ടെ അവര്. അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇവനെ വെറുതെ വിടരുതേ, ഇത്രയും പെട്ടെന്ന് പോലീസിനെ വിളിച്ചിട്ട് ഇവനെ ഏൽപ്പിക്കുക എന്ന് പറയും. ഇനി ഇവനെ വെറുതെ വിട്ടില്ലെങ്കിൽ ഇവൻ രക്ഷപ്പെടുമെന്നൊക്കെ പറയും. അന്നേരം വേദ പറഞ്ഞിട്ട് വിളിക്ക്, എത്രയും പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്ക്, പോലീസ് വരട്ടെ. പോലീസ് വന്നു കഴിഞ്ഞാൽ എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് ഒരു നിമിഷം അങ്ങ് ഞെട്ടിപ്പോയി. ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, നീ എന്തൊക്കെയായി പറയുന്നത്? അതെ ഇത്രയും കാലം ഞാൻ ഒളിച്ചു വെച്ചു, പക്ഷേ ഇനി അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഈ വീട്ടിലേക്ക് വന്നതിൻ്റെ കാരണം എന്താണെന്ന് അച്ഛൻ ഒരിക്കൽ എന്നോട് തിരക്കിയതല്ലേ. ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നോ വിക്രമിനോട് പിണങ്ങിയിട്ടില്ല ഞാൻ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വന്നത് എന്ന്. നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് വീണ്ടും വിവാഹം ആലോചിച്ചു, ദർശനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിട്ട്. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. എന്തുകൊണ്ടാ? എൻ്റെ മനസ്സിൽ അപ്പോഴും വിക്രം തന്നെയായിരുന്നു. ഞാൻ വിക്രമിൻ്റെ ഭാര്യയാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ഞാൻ എന്നേക്കുമായിട്ട് ഈ വീട്ടിലേക്ക് പോകുന്നതൊന്നുമല്ല, തിരികെ പോവാനായിട്ട് വന്നത് തന്നെയാണ്. പക്ഷേ ഞാൻ വന്നതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാൽ ഈ നിൽക്കുന്ന എൻ്റെ ഏട്ടനുണ്ടല്ലോ ശ്രീകാന്ത്, ഇവൻ തന്നെയായിരുന്നു അതിൻ്റെ യഥാർത്ഥ കാരണമെന്ന് പറയാണ് വേദ. പിന്നീട് അവർ ക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ ശ്രീകാന്ത് മാഷിനെ ഉപദ്രവിച്ചതും അതിനുശേഷം മാഷിനെ കൊണ്ടുപോയിട്ട് തടങ്കിലാക്കിയതും അതിനുശേഷം ഭീഷണിപ്പെടുത്തി തന്നെ കൊണ്ട് നിർബന്ധിച്ചുകൊണ്ട് ഡിവോഴ്സ് നോട്ടീസിൽ സൈൻ ചെയ്യിപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെ വേദങ്ങ് വിളിച്ചു പറയാണ്. ഇതെല്ലാം കേട്ടപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, കള്ളം, പച്ചക്കള്ളം, ഇവൾ പറയുന്നത് നിങ്ങൾ ആരും വിശ്വസിക്കരുത്, ഇവൾ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണെന്ന് പറയും. അന്നേരം വേദ പറയുന്നത്, എന്ത് കള്ളമോ? ശ്രീയേട്ടൻ മാത്രമല്ല, ശ്രീയേട്ടൻ്റെ കൂടെ വർഷേച്ചിയുടെ അച്ഛനും കൂടിയുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ പ്ലാനുകളൊക്കെ നടത്തിയത്, എൻ്റെയും വിക്രമിൻ്റെയും ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല, വരുണിൻ്റെ കൊലപാതകത്തിൽ ശ്രീയേട്ടന് പങ്കുണ്ടോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയാണ് വേദ. അത് കേട്ടപ്പോൾ ശങ്കരനാരായണൻ ദീപ്തിയൊക്കെ ഇങ്ങനെ ആകെ അന്താളിച്ച് നിൽക്കുകയാണ്. വേദ അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോഴാണ് ആ ഒരു കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്. അത് കേട്ടപ്പോൾ ശങ്കരനാരായണൻ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വന്നു. എടാ, സത്യമാണോടാ ഇവളീ പറയുന്നത്? ഞാൻ കേൾക്കുന്നതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കും. അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രീകാന്ത് വിക്കി പറയാണ്. അന്നേരം വേദ പറയുന്നത്, ശ്രീയേട്ടൻ്റെ ആവശ്യം എൻ്റെ സ്വത്തുക്കളാണ്. ഈ വീടും സ്വത്തുക്കളൊക്കെ മുത്തശ്ശൻ എൻ്റെ പേരിലേക്ക് എഴുതി വച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീയേട്ടൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കുഞ്ഞിനല്ലേ ഇതിനുള്ള അവകാശം, എൻ്റെ കുഞ്ഞിന് മാത്രമായിട്ട് ഇത് ഇനി കൈമാറാൻ പറ്റുള്ളൂ. അന്നേരം അതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലായിരുന്നു ശ്രീയേട്ടനും ശ്രീയേട്ടൻ്റെ അമ്മായിയപ്പനും കൂടിയിട്ട്. ശങ്കരനാരായണൻ ഇതൊക്കെ കേട്ടിട്ട് അവൻ്റെ കർണം അങ്ങ് അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. പത്മത്തിനും ഇതൊന്നും തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശങ്കരനാരായണൻ പറഞ്ഞു, കടന്നു പോയിക്കൊള്ളണം, ഇപ്പം തന്നെ, ഒരു നിമിഷം പോലും നീ ഇനി വീട്ടിൽ കണ്ടുപോകരുത്, ഇറങ്ങിപ്പോയിക്കൊള്ളണം എന്നൊക്കെ പറയും. ശ്രീകാന്തിനെ പിടിച്ചങ്ങ് തള്ളുകയാണ് അയാൾ. ഇതേ സമയത്തിന് അനിയൻകുട്ടിന് ബോധം വന്നു. കാരണം മനോനില തെറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. ഒടുവിൽ അവൻ സാധാരണ നിലയിലേക്ക് തന്നെ തിരികെ വരികയാണ്. തിരികെ വരുന്ന സമയത്താണ് അനിയൻകുട്ടൻ ആ ഒരു കാര്യം ജോസഫിനോട് പറയുന്നത്. പുളിക്കനെ കൊന്നത് ആരാണെന്നുള്ള ആ ഒരു സത്യം. പുളിക്കനെ കൊന്നത് ശ്രീകാന്തും പിന്നെ ചന്ദ്രശേഖരനുമാണ് എന്ന കാര്യം അങ്ങ് തുറന്നു പറയാണ് അനിയൻകുട്ടൻ. ഇത് കേട്ടപ്പോൾ ജോസഫ് ഒന്ന് ഞെട്ടി. ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അത്. പിന്നീട് ജോസഫ് ഈ കാര്യം വിക്രമിനെ വിളിച്ച് പറയാണ്. അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ വിക്രം വെറുതെ ഇരിക്കുമോ? അപ്പോഴേക്കും ശ്രീനിവാസനും ആ ഒരു കാര്യം അറിഞ്ഞു. ശ്രീനിവാസനും വാസവനൊക്കെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്ന്. അപ്പോൾ ജോണിയാണ് ഒറ്റുകാരൻ എന്ന കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കും. ഒടുവിൽ വാസവൻ വന്ന് ശ്രീകാന്തിനെ പിടികൂടുന്നുണ്ട്. വെറുതെ വിടോ, ശ്രീകാന്തിനെ വിളിച്ച് ജോണി ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. വാസവൻ സാർ അറിഞ്ഞിട്ടുണ്ട്, എങ്ങോട്ടെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടോ, ഇനി പിടികൂട്ടുക പണി വാളുമെന്നൊക്കെ പറയും. പക്ഷേ രക്ഷപ്പെടാനുള്ള സമയമൊന്നും ശ്രീകാന്തിന് അന്നേരം കിട്ടിയില്ല. അതിനു മുൻപ് തന്നെ ശ്രീകാന്തിനെ വന്ന് വാസവനും ആൾക്കാരൊക്കെ പിടികൂടുന്നുണ്ട്. ഇനി എന്തായാലും ശ്രീകാന്തിൻ്റെ അവസാനമായിരിക്കട്ടെ നമ്മൾ കാണാൻ പോകുന്നത്. അധികം വൈകാതെ തന്നെ അത് സംഭവിക്കുകയും ചെയ്യും. അങ്ങനെ സത്യങ്ങളൊക്കെ പുറത്തു വരും. ഇനി വേദയുടെയും വിക്രമിൻ്റെയും മധുവിധു കാലമാണ് വരാൻ പോകുന്നത്. അവർ എൻജോയ് ചെയ്യാൻ പോവുകയാണ്. ശങ്കരനാരായണനൊക്കെ മനസ്സിലായി, ഇനി വേദയും വിക്രവും തമ്മിൽ ഒരിക്കലും പിരിയില്ല എന്ന കാര്യം. കാരണം അവരത്രത്തോളം അധികം സ്നേഹിക്കുന്നുണ്ട് എന്ന സത്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഇനി അവർക്ക് സ്വതന്ത്രമായി എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി തന്നെയായിരിക്കും അവർ രണ്ടുപേരും പ്രണയിച്ച് നടക്കാൻ പോകുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ ഇനി പവിത്രത്തിൽ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.